നേപ്പാൾ സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും മണിക്കൂറുകളുടെ ഇടവേളകളിൽ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ഈ ഒരു പ്രക്ഷോഭം ആരംഭിച്ച് 30 മണിക്കൂറോളം പിന്നിടും മുമ്പാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഓലി രാജിവെച്ച് ഒഴിഞ്ഞത്. വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് ഈ പ്രതിഷേധം ജൻസി പ്രതിഷേധം കടന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ രാജി. അതിലൂടെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും എന്നായിരുന്നു നേപ്പാൾ ഭരണ നേതൃത്വം കണക്കാക്കിയിരുന്നത്. പ്രധാനമന്ത്രി പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തി. ഒടുവിലാണ് രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ രാജി പ്രസിഡന്റ് അംഗീകരിച്ച് കഴിഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് പ്രസിഡന്റിന്റെ സ്വകാര്യ വസതിക്ക് നേരെയും വലിയ തോതിലുള്ള ആക്രമണങ്ങളും തീവെപ്പും ഉണ്ടായത്. തുടർന്ന് ഈ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി സൈന്യവും ഒപ്പം തന്നെ നിലവിലെ കാഠ്മണ്ഡു മേയർ ബാലൻ ഷായും പ്രസിഡന്റുമായി സന്ദർശിക്കുകയും തുടർന്ന് ഒരു താൽക്കാലികമായ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കാം എന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഒന്നിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലിന്റെ അപ്രതീക്ഷിത രാജിയുണ്ടായത്. ഇതിന് പിന്നാലെ തന്നെ സംഘർഷം വളരെ വേഗം പടരുകയായിരുന്നു. മറ്റിടങ്ങളിലേക്കും അക്രമ പ്രവർത്തനങ്ങളിലേക്ക് ഈ പ്രതിഷേധക്കാർ കടക്കുകയും മന്ത്രിമാരുടെയും അതടക്കമുള്ള വസതികൾക്ക് തീവെക്കുകയുമായിരുന്നു. മുൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീവെച്ചു. സമാനമായി തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല എന്നാണ് കാഠ്മണ്ഡുവിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും കൂടാതെ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നേരെയും വ്യാപകമായ ആക്രമണവും തീവെപ്പും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും തൽക്കാലത്തേക്ക് നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്നലെ രാത്രി 9:30 സൈന്യത്തിന്റെ പ്രസ്താവന ഈ വിഷയത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അക്രമം അവസാനിപ്പിക്കാൻ ജനങ്ങളോട് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു എന്നും നേപ്പാളിലെ ജനങ്ങളുടെ സുരക്ഷയും സ്വത്തുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള അധികാരം നേപ്പാൾ സൈന്യത്തിനായിരിക്കും ഉണ്ടാകുക എന്നും മറ്റ് സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് ആ ഒരു ചുമതല സൈന്യം നിർവഹിക്കും എന്നുമാണ് ഈ ഒരു സംഘർഷം നടത്തുന്നവരോട് സൈന്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആക്രമണത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും രാത്രി 10 മണിയോടെ സൈന്യം ഈ നിയന്ത്രണം ഏറ്റെടുക്കും എന്നുമാണ് സൈന്യത്തിന്റെ പ്രസ്താവനയിൽ അറിയിച്ചത്. ഇതിന് പിന്നാലെ തന്നെ തെരുവുകളിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള സേനാ വിന്യാസം കാഠ്മണ്ഡു നഗരത്തിൽ ഉണ്ട്. ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലും തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.